കൊല്ലത്തെ ബാസിത്ത് ആൽവി, പുല്ലൂർ തൂക്കുപാലം ഫെയിം. ബാസിത്ത് മൊത്തം ട്രോളാണല്ലോ. ഈ ഒരു അവസരം എനിക്കായിരുന്നു. തീർച്ചയായിട്ടും ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്കൊരു മാതൃകയാക്കാൻ ആദ്യത്തെ റൗണ്ടിൽ പുറത്താക്കുക എന്ന് പറയുന്നതും അത്ഭുതം തന്നെയാണ്. പിന്നീട് ഒരു സമയത്ത് ഇവരെന്റെ ഒരു റോൾ മോഡലായിട്ട് ഇവരെന്നെ അനുകരിക്കുക. എങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാം എന്നതിന്റെ ഒരു റോൾ മോഡല് വളരെ ശരിയാണത്. 23 വയസ്സ് യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്നുള്ള പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 25, 30, 40 വയസ്സൊക്കെ ആയിട്ടായിരിക്കും ചിലർക്ക് ആ വിവരവും തെറ്റി 53 വയസ്സിലോ തെറ്റിച്ചിരിക്കുന്നു. അത് വലിയൊരു സൈക്കോളജി. മണ്ടലി കരണ്ട തൊണ്ടെറിഞ്ഞ് ബോണ്ട തിന്ന് തൊണ്ട വരണ്ട് ബോണ്ടയൊക്കെ തിന്ന് എനിക്ക് കുറെ സമയം പോകുന്നുണ്ട്. കരിഞ്ഞുണങ്ങുന്ന സ്വപ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് നടുവിൽ 2 തവണ പറഞ്ഞായിരുന്നു. നടുവിൽ 2 തവണ പറഞ്ഞു. എവിടെ പറഞ്ഞടാ? ചുമ്മാ പറഞ്ഞല്ലോ, നേരത്തെ ആദ്യം പറഞ്ഞു. നീ കള്ളം പറയല്ലേ എന്റെ മുഖത്ത് നോക്കിയിട്ട്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോയ സന്ദർഭത്തിൽ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് വന്ന് പറയുകയുണ്ടായി. ആരും ഒന്നും പറഞ്ഞില്ല. വല്ലതും പറഞ്ഞല്ലേ പറയാ. നീ ഒരിക്കലെങ്കിലും നട്ടലുള്ള പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിന്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാനും അതിനെ ആധുനികവൽക്കരണത്തിന്റെ മറ്റേ വാക്ക് 2 വട്ടം പറയേ. നീ എന്നത് 2 തവണ പറയും. ബാസിത്തെ നീ നട്ടലുള്ള ഇത് ഞാൻ നട്ടലുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനറ്റിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താണ് ഞാൻ നിർത്തിയില്ല. ആരായാലും ഒരു പെണ്ണിനെ കാണുമ്പോ വിക്കി പോകുന്നില്ല. 1997 ഫെബ്രുവരി 17-ാം തീയതി എന്നെ ഒരു നടനാക്കി മാറ്റിയിട്ടുള്ള താരമായ ഞാൻ ടോണ് മാറ്റിയാ കുഴപ്പം. ടോണ് മാറ്റിയാൽ ഇത് മോഹൻലാൽ സംസാരിക്കുന്നത്. നിനക്ക് എന്തിനും ഇത് മോഹൻലാൽ തൊണ്ടവേദന വന്ന മോഹൻലാലേ. മമ്മൂട്ടി എന്നോട് ചോദിച്ചു, മോനെ നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തരെന്ന്. ഞാൻ പറഞ്ഞു, പച്ചമുളക്, ഉപ്പുമുളക്, ചായ. കുട്ടിക്കാനം വഴി കൂട്ടിക്കൽ ചെട്ടിനാട് എത്തി പട്ട വാങ്ങിയ പൊട്ടന്മാരിൽ 8ാമത്തവനായ ബാസത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, വെളുക്കാൻ തേച്ചത് പാമ്പാ. സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത മീശ മുളപ്പിക്കാനായി കൺമഷി കൊണ്ട് വരച്ചു വന്ന ചെറുക്ക എന്തിനാണ് നീ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. എന്നെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും ശ്രമം നിനക്കുണ്ടെങ്കിൽ ഒരു പൊടിക്കൊന്ന് കുറഞ്ഞതാ. പാർട്ടിലേട്ടാ 2016 സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായ് എന്ന വിചാരം നിർത്തിക്കോ നിന്റെ പരിപാടികൾ. ഇനി പരിപാടിയിൽ ഏറ്റവും വലിയ വാഗ്മിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പുല്ലൂർ തൂക്കുപാലം ഫെയിം.